വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 115ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു പ്രത്യേക വാചകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ എനിക്ക് സന്തോഷമുണ്ട്. നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. വിശുദ്ധ ബൈബിളിലെ ഒരു വാക്കാണ്, ഒരു വാചകമാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. ആ വാചകം നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ തിന്മ അനുകരിക്കരുത്, നന്മ വേണം അനുകരിക്കുവാൻ. കാരണം നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. എൻ്റെ എല്ലാ പ്രേക്ഷകരോടും ഇന്ന് ഈ സമയത്ത് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, ഈ വേദവചനത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ തിന്മയുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും തിന്മയുടെ ഫലങ്ങളാണ്. അന്ധകാരത്തിൻ്റെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുക്ക് ആ തിന്മ അനുകരിക്കാതെ, അത് നമ്മൾ ഫോളോ ചെയ്യാതെ നന്മ അനുകരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകും, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മളുടെ ഓരോ ദിവസവുമുള്ള നമ്മുടെ ഇടപാടുകൾ അത് നന്മയാണോ തിന്മയാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, തിന്മയാണെങ്കിൽ അതിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. കാരണം നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സഹ സൃഷ്ടികളോട്, സഹജീവികളോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ അയൽവക്കക്കാരോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട് നമ്മൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല. എന്നാൽ നമ്മൾ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്പമെങ്കിലും ഒരു നന്മ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവശേഷിച്ച് അതാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്നു, പ്രിയ മക്കളെ, നിങ്ങൾ തിന്മ അനുകരിക്കരുത്, നന്മ അനുകരിക്കണം. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരോടും ഈ വാചകവും ആവർത്തിച്ച് പറയട്ടെ, നമുക്ക് നന്മ ചെയ്യാം. ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾക്ക് കിടക്കുമ്പോൾ നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ പ്രത്യാശപൂർണമായൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. ഡിസംബർ മാസം 1-ാം തീയതി വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപും കുടുംബമായി ഹാപ്പി ക്രിസ്മസ് എന്ന് ഇനി അമേരിക്കൻ ജനതയ്ക്ക് ധൈര്യപൂർവ്വം പറയാമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മൾ പല വർഷങ്ങളായി ജോലി സ്ഥലങ്ങളിലും മറ്റ് ഔദ്യോഗിക സ്ഥാനങ്ങളിലൊക്കെ ഹാപ്പി ക്രിസ്മസ് എന്നതിന് പകരം ഹാപ്പി ഹോളിഡേയ്സ് എന്ന പദമാണ് ഉപയോഗിച്ച് വരുന്നത്. സെക്കുലർ രാജ്യത്ത്, മതേതരത്വ രാജ്യമെന്ന് കാണിക്കുന്നതിനു വേണ്ടി, എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്നതിനു വേണ്ടി ഹാപ്പി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ ജനതയോട് പറഞ്ഞു, നമ്മൾ ക്രിസ്തുവിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കിനി ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാം. ഡിസംബർ 1-നാണ് അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചത്. അമേരിക്കൻ ജനതയും വിവിധ മാധ്യമങ്ങളും വളരെ സന്തോഷത്തോടെയാണ് ഈ ആഹ്വാനം ചെവിക്കൊണ്ടത്. ഷാരോൺ ഫെലോഷിപ്പിൻ്റെ 73ാമത് ജനറൽ കൺവെൻഷൻ ഡിസംബർ 7-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് നടന്ന സംയുക്ത ആരാധനയോടെ തിരുവല്ലയിൽ സമാപിച്ചു. വലിയ കഷ്ടതകളിൽ ശ്രേഷ്ഠമായ ദൈവമഹത്വം ഉണ്ടാകുമെന്ന് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസിൻ്റെ ഇൻ്റർനാഷണൽ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജോൺ തോമസ് സമാപന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്റർനാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ ഫിന്നി ജേക്കബ്, മുതിർന്ന ദൈവദാസനായ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ എന്നിവരുൾപ്പെടെ നിരവധി ദൈവദാസന്മാർ ഈ ദിവസങ്ങളിൽ ദൈവവചനം സംസാരിച്ചു. ഷാരോൺ ഫെലോഷിപ്പിന്റെ ഗായക സംഘം പ്രശംസനമായ നിലയിൽ പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം നൽകി. 50 വർഷം ശുശ്രൂഷകൾ പൂർത്തിയാക്കിയ ദൈവദാസന്മാരെ സഭയുടെ യുവജന വിഭാഗമായ CEM ആദരിക്കുകയുണ്ടായി. പ്രമുഖ മുഖ്യധാരാ സഭകളുടെ കൺവെൻഷനുകളുടെ മുന്നോടിയായി നടക്കുന്ന കൺവെൻഷനാണ് ഷാരോൺ ഫെലോഷിപ്പ് കൺവെൻഷൻ. ഡിസംബർ ആദ്യവാരം വളരെ അനുഗ്രഹമായി സമാപിച്ചു. തുടർന്നുള്ള കൺവെൻഷനുകളും വിവിധ സഭകൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്നത് അനുഗ്രഹമായി തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ചില മരണ വാർത്തകളാണ് തുടർന്ന് നിങ്ങളെ അറിയിക്കുവാനുള്ളത്. ഖേദപൂർവ്വം കോട്ടയം IPC ഫിലദൽഫിയ സഭാംഗമായ ശ്രീ ജോർജ് മാത്യു പുത്തമ്പറമ്പിൽ ഹൂസ്റ്റണിൽ വെച്ച് അന്തരിച്ചു. 70 വയസ്സ് പ്രായമായിരുന്നു. കോട്ടയത്തെ ആരംഭകാല പെന്തക്കോസ്ത് വിശ്വാസികളായ പരേതനായ PC മത്തായിയുടെയും ചിന്നമ്മ മത്തായിയുടെയും ഇളയ മകനാണ് ശ്രീ ജോർജ് മാത്യു. ഭാര്യ ജോളി ജോർജ്, മക്കൾ ജിജോ മാത്യു ജോർജ്, ജിജി ചിന്നമ്മ ജോർജ്. ICPFൻ്റെയും CGPFൻ്റെയും POPA മുതലായ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമായി കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജോർജ് മാത്യു മക്കളോടൊപ്പം
ഊസ്റ്റൽ വിശ്രമ ജീവിതം കഴിക്കവെയാണ് നിത്യത്തിലേക്ക് പ്രവേശിച്ചത്. ശവസംസ്കാര ശുശ്രൂഷകൾ നാളെ ഡിസംബർ മാസം 13-ാം തീയതി ഊസ്റ്റലിൽ വെച്ച് നടക്കും. ഗുഡ് ന്യൂസിൻ്റെ പബ്ലിക്കേഷൻ സെക്രട്ടറിയായും നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കുണ്ടായിരിക്കുന്ന ഒരു നഷ്ടമാണ് ഈ മരണം. ഞാനും പരേതനായ ജോർജ് മാത്യു ഒന്നിച്ച കോട്ടയത്ത് വിവിധ സമയങ്ങളിൽ ICPF, CGPF, PAPA പ്രവർത്തനങ്ങളിൽ പ്രവർത്തിപ്പാൻ ഇടയായിട്ടുണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എനിക്ക് പ്രോത്സാഹനം നൽകിയും നിർദ്ദേശം നൽകി തരികയും ചെയ്ത ഒരു ദൈവദാസനായിരുന്നു ജോർജ് മാത്യു പുത്തമ്പറമ്പിൽ. ഞാൻ PAPയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്നോടൊപ്പം കൗൺസിലിൽ പബ്ലിസിറ്റി കൺവീനറായി പ്രവർത്തിച്ച് എന്നോടൊപ്പം പ്രവർത്തിച്ച ഒരു ദൈവദാസനാണ് ജോർജ് മാത്യു പുത്തമ്പറമ്പിൽ. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കരുതിയിരുന്ന ഈ ജോർജ് മാത്യുവിൻ്റെ നിര്യാണത്തിൽ ഞാൻ ആഴമായി ഖേദം പ്രകടിപ്പിക്കുന്നു. ദുഃഖവും പ്രത്യാശയും കുടുംബാംഗങ്ങളെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. IPC മുൻ ജനറൽ സെക്രട്ടറി കുമ്മനാട് പീസ് കോട്ടേജിൽ പാസ്റ്റർ KJ ഷാമുവലിൻ്റെ മകൾ റോസമ്മ ജോയി 78 വയസ്സ് കഴിഞ്ഞ ആഴ്ചയിൽ അറ്റ്ലാന്റയിൽ വെച്ച് നിത്യത്തിൽ പ്രവേശിച്ചു. ഡിസംബർ 13 നാളെ പകൽ അറ്റ്ലാന്റ കാൽവറി അസംബ്ലിയിൽ വെച്ച് നേതൃത്വത്തിൽ ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കും. ചിക്കാഗോ എബനസർ പെന്തക്കോസ്റ്റൽ ചർച്ചിലെ അംഗങ്ങളായിരിക്കുന്ന ആനി ചെറിയാൻ, സൂസൻ തോമസ് എന്നിവരും അറ്റ്ലാന്റ കാൽവറി അസംബ്ലിയിലെ മെമ്പറായിരിക്കുന്ന മേരി എബ്രഹാമുമാണ് മക്കൾ. ചെറിയാൻ ജോൺ ചിക്കാഗോ, സജി എബ്രഹാം അറ്റ്ലാന്റ, എബി തോമസ് ചിക്കാഗോ എന്നിവർ മരുമക്കളാണ്. തട്ട ആര്യപ്പൂകിയിൽ പരേതനായ ജോയ് തോമസ് ആണ് ഭർത്താവ്. ജോൺസൺ സാമുവൽ ഹൂസ്റ്റൺ, പരേതനായ ജെഫ്രി സാമുവൽ, ലില്ലിക്കുട്ടി തൃശൂർ എന്നിവരാണ് സഹോദരങ്ങൾ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രത്യാശയും ദുഃഖവും ഈ സമയത്ത് അറിയിക്കുന്നു. ജോസഫ് കോശി ന്യൂജേഴ്സിയിൽ നിര്യാതനായി. ചിക്കാഗോ ഫിലദൽഫിയ സഭാംഗമായ സണ്ണി പുതുവാക്കലിൻ്റെ പിതൃ സഹോദരിയുടെ മകനാണ് അന്തരിച്ച ജോസഫ് കോശി. പെണ്ണുക്കര ചർച്ചക്കോട് സഭയുടെ ആദ്യകാല വിശ്വാസികളിൽ ഒരാളാണ് ഈ നിര്യാതനായ ജോസഫ് കോശിയും കുടുംബാംഗങ്ങളും. ഭാര്യ എൽസി, മക്കൾ ജെൻസൺ, ജാൻസി. ശവസംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞ ആഴ്ചയിൽ ന്യൂജേഴ്സിയിൽ വെച്ച് നടന്നു. നവംബർ അവസാന വാരം ചിക്കാഗോയിൽ അന്തരിച്ച ശ്രീമതി കുഞ്ഞമ്മ ജോർജിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ ചിക്കാഗോയിൽ നടന്നു. വിവിധ സഭകളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നുമായി നിരവധി പേർ പങ്കെടുത്ത ശവസംസ്കാര ശുശ്രൂഷകൾ പാസ്റ്റർ ജോസഫ് കെ ജോസഫും ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ അസംബ്ലിയും നേതൃത്വം നൽകി. ദുഃഖത്തിലിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ KSRTC ബസ് കയറി ഒരു പാസ്റ്ററുടെ മകൾ മെറീന റെജി 24 വയസ്സ് കഴിഞ്ഞ ദിവസം അന്തരിച്ച ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ചത്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മെറീന റെജി. ദൈവത്തിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വളരെ ശക്തമായി ഇടപെടുകയും അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ഡിബേറ്റുകൾ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവതിയാണ് 24 വയസ്സുള്ള മെറീന റെജി. അവരുടെ ഒന്നാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ ഭർത്താവ് വന്ന് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് KSRTC ബസ് വന്നിടിച്ച് 24 വയസ്സുള്ള മെറീന ഈ ലോകത്തിൽ നിന്ന് നിത്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടത്. ഭർത്താവ് ഷാനോ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരിക്കുന്നു. മെറീന റെജിയുടെ ശവസംസ്കാരം നാളെ കേരളത്തിൽ വെച്ച് നടക്കുമെന്ന് അറിയുന്നു. പാസ്റ്റർ റെജിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരിക്കുന്ന ഷാനോയ്ക്ക് വേണ്ടിയും വളരെ അതീവ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു ഈ സമയത്ത്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസ് നോർത്ത് അമേരിക്കയുടെ 2027 ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന ഫാമിലി കോൺഫറൻസിൻ്റെ ലോക്കൽ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം ചിക്കാഗോയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ലോക്കൽ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ലോക്കൽ കൺവീനറായി പാസ്റ്റർ ജിജു പി ഉമ്മൻ, സെക്രട്ടറിയായി ബ്രദർ ഷെറി കെ ജോർജ്, ട്രഷററായി ബ്രദർ ജെയിംസ് ഉമ്മൻ, ലേഡീസ് പ്രതിനിധിയായി കോർഡിനേറ്ററായി സിസ്റ്റർ മിനി ജോൺസൺ, യൂത്ത് കോർഡിനേറ്ററായി ഡോക്ടർ സച്ചിൻ ഡേവിസ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. 27 അംഗ ലോക്കൽ കമ്മിറ്റിയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. നാഷണൽ കൺവീനർ പാസ്റ്റർ MG ജോൺസൺ, മീഡിയ കോർഡിനേറ്റർ പാസ്റ്റർ എബിൻ അലക്സ്, അതുപോലെ തന്നെ നാഷണൽ SFCNAയുടെ ഷാരോൺ ഫെലോഷിപ്പ് ഓഫ് ചർച്ചസ് ഇൻ നോർത്ത് അമേരിക്കയുടെ നാഷണൽ സെക്രട്ടറി
ജോൺസൺ ഉമ്മൻ ഉൾപ്പെടെ നിരവധി പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാസ്റ്റർ തേജസ് തോമസ് മുഖ്യ സന്ദേശം നൽകി. ഫിന്നി വർഗീസ്, പാസ്റ്റർ PV കുരുവിള, ജിംസ് മേടമന എന്നിവർ ആശംസാ സന്ദേശങ്ങൾ നൽകി. ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ സൂം പ്ലാറ്റ്ഫോമിലുള്ള മീറ്റിംഗ് നാളെ രാവിലെ 10 മണിക്കുണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായ സിസ്റ്റർ മോളി എബ്രഹാം, സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിച്ചു. ഈ സമ്മേളനത്തിൽ സിസ്റ്റർ ബീന ജെയിൻ, സിസ്റ്റർ ഫേബ തോമസ് എന്നിവർ ദൈവവചനം സംസാരിക്കും. ഫെലോഷിപ്പ് ഓഫ് പെന്റക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിലുള്ള മന്ത്ലി മീറ്റിംഗ് ഡിസംബർ മാസം 20-ാം തീയതി ശനിയാഴ്ച IPC ഷിക്കാഗോ ഹാളിൽ വെച്ച് നടക്കുമെന്ന് പ്രവർത്തകർ അറിയിച്ചു. ഈ സമ്മേളനത്തിന് സീനിയർ പാസ്റ്റർ സേവ്യർ ജെയിംസ്, പാസ്റ്റർ പ്രത്യാഷ് തോമസ് എന്നിവർ നേതൃത്വം നൽകും. മാസയോഗത്തിന് മുന്നോടിയായി 5 മണിക്ക് FECCയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായിരിക്കുന്ന ഡോക്ടർ വില്ലി എബ്രഹാം, പാസ്റ്റർ തോമസ് യോഹന്നാൻ എന്നിവർ അറിയിച്ചു. ഷേർലി മാത്യു ഫിലിപ്പ്, ഷേർലി ചിക്കാഗോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷേർലി മാത്യു ഫിലിപ്പ് അവതരിപ്പിക്കുന്ന ഗാന ശുശ്രൂഷ ഹെവൻലി മെലഡീസ് ഡിസംബർ മാസം 20-ആം തീയതി ശനിയാഴ്ച രാവിലെ ഷിക്കാഗോ സമയം 9 മണിക്ക് നടത്തപ്പെടുന്നു. പ്രസിദ്ധ ഗായകരായിരിക്കുന്ന അനിൽ, ജിജോ, മാരിയോ കോലാടി, ഏഞ്ചൽ, ശ്രേയ എന്നിവർ ഈ പ്രത്യേക സംഗീത ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഗാനങ്ങൾ അവതരിപ്പിക്കും. പ്രശസ്ത സംഗീത പിന്നണി പ്രവർത്തകർ ഇതിന് നേതൃത്വം നൽകും. ഇന്ത്യൻ സമയം ശനിയാഴ്ച വൈകിട്ട് 8 മണിക്കാണ് ഈ പ്രത്യേക പരിപാടി നടത്തപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പ്രത്യേക പോസ്റ്ററിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്ത ശനിയാഴ്ച ഡിസംബർ മാസം 20-ആം തീയതി ശനിയാഴ്ച മ്യൂസിക് ഫെസ്റ്റിവൽ. സിസ്റ്റർ ഗ്ലാഡീസ് സി തോമസിന് ഡെയ്സി ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചു. ഒക്ലഹോമ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ അംഗമായ ബ്രദർ സാൻജോയിയുടെ ഭാര്യയാണ് സിസ്റ്റർ ഗ്ലാഡീസ്. ഒക്ലഹോമ മേഴ്സി ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് ജോലി നോക്കുന്ന ഗ്ലാഡീസിനെ തുടർച്ചയായിരിക്കുന്ന 3-4 ദിവസത്തെ ഡ്യൂട്ടിക്ക് ശേഷം വീണ്ടും വോളണ്ടിയറായിട്ട് തിരിച്ച് ആശുപത്രിയിലെത്തി രോഗികളെ പരിചരിക്കുകയും അതുപോലെ തന്നെ അവരുടെ ബർത്ത്ഡേയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്ത ചില പ്രത്യേക ശുശ്രൂഷകൾക്കാണ് ഈ അവാർഡ് ലഭിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ പ്രത്യേക അവാർഡ് ലഭിച്ച ഗ്ലാഡീസ് സി തോമസിന് ഞങ്ങളുടെ പ്രത്യേക അനുമോദനങ്ങളും അറിയിക്കുന്നു. പെന്റക്കോസ്റ്റൽ ഫെലോഷിപ്പ് ഓഫ് ഇൻഡോ കനേഡിയൻ കോൺഫറൻസ് PCICയുടെ 2ാമത്തെ ആനുവൽ കോൺഫറൻസ് ഓഗസ്റ്റ് മാസം 13 മുതൽ 16 വരെ കാൽഗറി ആൽബർട്ടിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്ട് പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 800 ദിവസങ്ങളായി തുടർച്ചയായിട്ട് നടന്നു വരുന്ന പ്രാർത്ഥനാ സമ്മേളനം കഴിഞ്ഞ ഡിസംബർ മാസം 8-ആം തീയതി പ്രത്യേക പരിപാടിയോടുകൂടെ നടന്നു. തുടർമാനമായി കഴിഞ്ഞ 800 ദിവസങ്ങളായിട്ട് നടക്കുന്ന പ്രത്യേക ഈ സമ്മേളനത്തിൽ പാസ്റ്റർ ജോർജ് P. ചാക്കോ പ്രസംഗിച്ചു. 2023 ഒക്ടോബർ 1-നാണ് സൂം പ്ലാറ്റ്ഫോമിൽ ഈ പ്രാർത്ഥന ആരംഭിച്ചത്. ഒക്ടോബർ 1 രാവിലെ 6-ന് ആരംഭിച്ച പ്രാർത്ഥന തുടർമാനമായി തുടർന്നു വരികയാണ്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം 8-ആം തീയതി 800 ദിവസം പൂർത്തിയാക്കി പ്രാർത്ഥന വീണ്ടും തുടരുകയാണ്. അനേകർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഷാരോൺ ഫെലോഷിപ്പിൻ്റെ വനിതാ സമാജത്തിൻ്റെ ഭാരവാഹികളായി സിസ്റ്റർ സൂസൻ തോമസിനെ ജനറൽ പ്രസിഡന്റായും സിസ്റ്റർ സുജാ നൈനാനെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ഷിക്കാഗോയിൽ താമസിക്കുന്ന പാസ്റ്റർ ജോൺ തോമസിൻ്റെ സഹധർമ്മിണിയാണ് സിസ്റ്റർ സൂസൻ തോമസ്. വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വനിതാ സമാജത്തിനിടയാക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ബഥേൽ ഗോസ്പൽ അസംബ്ലിയുടെ 35ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെ അന്തർദേശീയ ഓവർസിയർ ഡോക്ടർ ജോയി P. ഉമ്മൻ ഉദ്ഘാടനം ചെയ്യും. ഈ സമ്മേളനം 35ാമത് ജനറൽ കൺവെൻഷൻ ബഥേൽ ഗോസ്പൽ അസംബ്ലിയുടെ ഗ്രൗണ്ടിൽ ആണ് നടക്കുന്നത്. പാസ്റ്റർ ജോയി P. ഉമ്മൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. IPC ഗ്ലോബൽ മീഡിയ UAE ചാപ്റ്റർ സ്പോൺസർ ചെയ്യുന്ന 2025 തോന്നയ്ക്കൽ അവാർഡിന് ഗുഡ് ന്യൂസിലെ സജി നടുവത്രയും മന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ചീഫ് എഡിറ്റർ PC ഗ്ലെന്നിയും അർഹരായി. 2025 തോന്നയ്ക്കൽ അവാർഡിനാണ് ഈ കലാപ്രതിഭകൾ അർഹരായിരിക്കുന്നത്. അവർക്ക് ഞങ്ങളുടെ പ്രത്യേക അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. TPM രാജ്യാന്തര കൺവെൻഷൻ ഡിസംബർ മാസം 27 മുതൽ 31 വരെ ശ്രീലങ്കയിൽ കൊക്കാവിളയിൽ വെച്ച് നടത്തപ്പെടുന്നു. ചീഫ് പാസ്റ്റർ ഏബ്രഹാം മാത്യു നേതൃത്വം നൽകും. പഴയ സിലോൺ പെന്തക്കോസ് മിഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സഭയാണ് TPM എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത്. സാർവദേശികമായി പല കൺവെൻഷനുകളാണ് നടത്തി വരുന്നത്. ഇന്ത്യയിൽ ചെന്നൈയിലും കൊട്ടാരക്കരയിലും
ജനലക്ഷങ്ങളെ കൂട്ടിവരുത്തുന്ന പ്രത്യേക സമ്മേളനങ്ങൾ അവിടെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഫിലദൽഫിയയിൽ വെച്ച സമ്മേളനം നടക്കുന്നു, ശ്രീലങ്കയിൽ വെച്ച സമ്മേളനം നടക്കുന്നു. ശ്രീലങ്കയിലെ സമ്മേളനമാണ് ഡിസംബർ 27 മുതൽ 31 വരെ കൊക്കാവളിയിൽ വെച്ച് നടക്കുന്നത്. കുമ്മനാട് കൺവെൻഷന് വേണ്ടിയിട്ടുള്ള പന്തൽ പണി ആരംഭിച്ചു. പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ്, IPCയിലെ സീനിയർ ദേവദാസനായിരിക്കുന്ന പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 102ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി മാസം 11 മുതൽ 18 വരെയും ചർച്ച് ഓഫ് ഗോഡിൻ്റെ 103ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 19 മുതൽ 25 വരെയും ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷൻ ജനുവരി 5 മുതൽ 11 വരെ ചിങ്ങവനത്ത് വെച്ചും അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷൻ ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 വരെ അടൂർ പറന്തൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ചും ചെറുവക്കൽ കൺവെൻഷൻ ഡിസംബർ 21 മുതൽ 28 വരെ ചെറുവക്കൽ വെച്ചും നടത്തപ്പെടുന്നതാണ്. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇപ്പോൾ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം അറിയിക്കട്ടെ, ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. ഇത് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ മീഡിയയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി ഞങ്ങളെ രേഖപ്പെടുത്തുന്നു. നിരവധി നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും ഒത്തിരി കമൻസുകളും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും നന്ദി. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.